അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതിൽ ഒന്നാമത്തേതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ്റെ മലയാളം ഔപചാരിക സംഘടന എന്നാണ്. അപ്പം ഈ ഫോർമൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് ഓർഗനൈസേഷൻ അവരുടെ അറിവോടുകൂടി അല്ലെങ്കിൽ അവിടുത്തെ ജോലികളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ റിഫേഴ്സ് ടു ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ തന്നെയാണിത്. വിച്ച് ഈസ് ഡെലിബറേറ്റ്ലി എന്ന് പറഞ്ഞാൽ ബോധപൂർവം, വിച്ച് ഈസ് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്? പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളതും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും അവിടുത്തെ മാനേജ്മെൻറ്റാണ് അത് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രിയേറ്റഡ് ആൻഡ് പ്ലാൻഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ആ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് സ്പെസിഫൈ. ഇത് കാണിച്ചു തരികയാണ് ക്ലിയർലി ദ ബൗണ്ടറീസ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓരോ ഓർഗനൈസേഷൻ്റെ എത്രത്തോളം അതോറിറ്റി ഉണ്ട്, ഓരോരുത്തർക്കും എത്രത്തോളം അതോറിറ്റി ഉണ്ട്, ഓരോ എംപ്ലോയീസിനും എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷൻ വഴി കാണിച്ചു തരുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഓൾസോ ഡിഫൈൻ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ റൂൾസും അതോടൊപ്പം തന്നെ പ്രൊസീജിയറും, അവിടുത്തെ റൂൾസ് എന്തൊക്കെയാണ്, അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഫോർമൽ ഓർഗനൈസേഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദ സ്ട്രക്ചർ ഇൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ ക്യാൻ ബി ഫങ്ഷണൽ ഓർ ഡിവിഷണൽ. ഈ ഫങ്ഷണൽ സ്ട്രക്ചറിനകത്തും ഡിവിഷണൽ സ്ട്രക്ചറിനകത്തും നമുക്ക് ഫോർമൽ ഓർഗനൈസേഷനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുക. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. ഇത് മാനേജ്മെൻറ്റ് ബോധപൂർവം പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി അവിടെ രണ്ട് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാണ് എളുപ്പമുള്ളത് അതിൽ ഒരെണ്ണം പഠിച്ചു വെക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുകയാണ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഫോർമൽ വെൻ ദ ആക്ടിവിറ്റീസ് ഓഫ് 2 or more persons ആർ കോൺഷ്യസ്ലി കോർഡിനേറ്റഡ് ടുവേർഡ്സ് എ കോമൺ ഒബ്ജക്റ്റീവ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പൊതു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട്, ഒരു കോമൺ ആയിട്ടുള്ളൊരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ 2 or more person, രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ കോൺഷ്യസ്ലി, അതായത് ബോധപൂർവം ഏകോപിപ്പിക്കുന്നതിനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോമൺ ഒബ്ജക്റ്റീവ്സ്, ഒരു കോമൺ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ ആൾക്കാർ, അതായത് എംപ്ലോയീസ്, അവരുടെ പ്രവർത്തനങ്ങളെ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഒന്നാക്കുന്നതിന്, ഏകോപിപ്പിക്കുന്നതിനെയാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ചെസ്റ്റർ ബെർണാർഡാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. ലൂയിസ് അലൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡെഫിനേഷൻ. ദി ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എ സിസ്റ്റം. ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് എന്തിൻ്റെ? ഓഫ് വെൽ ഡിഫൈൻഡ് ജോബ്സ്. അവിടെ കൃത്യമായിട്ടുള്ള ജോലികളെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈച്ച് ബെയറിങ് എ ഡെഫിനിറ്റീവ് മെഷർ ഓഫ് അതോറിറ്റി. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അക്കൗണ്ടബിലിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൻസറബിലിറ്റി എന്നാണ്, ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് ഒരു സിസ്റ്റമാണ്. അതിൻ്റെ അകത്ത് വെൽ ഡിഫൈൻഡ് ജോബുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ആൾക്കാർക്കും അവരുടെ അതോറിറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. മേലധികാരികളും കീഴ് ജീവനക്കാരും തമ്മിലുള്ള ബന്ധം, അവരെങ്ങനെയാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഇറ്റ് സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് ജോബ് പൊസിഷൻസ് ആൻഡ് ക്ലാരിഫൈസ് ആസ് ടു ഹൂ ഹാസ് ടു റിപ്പോർട്ട് ആൻഡ് ടു ഹൂം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ്. ഇവിടെ കൃത്യമായിട്ട് റിലേഷൻഷിപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് വേരിയസ് ജോബ് പൊസിഷനിലുള്ള ആൾക്കാർ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഓർഡറുകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഫോർമൽ ഓർഗനൈസേഷൻ വഴി ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ആ സമയത്ത്. നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ആരുടെ കയ്യിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കണം, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഈ ഫോർമൽ ഓർഗനൈസേഷൻ വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ.
നിയമങ്ങളും നടപടിക്രമങ്ങളും, അതാണ് അതിൻ്റെ ഒരു മലയാളം. ഇനി നോക്കാം എന്താണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ലേസ് ഡൗൺ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ആക്ട് ആസ് എ മീൻസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഓർഗനൈസേഷന് എല്ലാത്തിനും ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ അവിടെ വരുന്നുണ്ട്, എന്തൊക്കെ റൂൾസ് നമ്മൾ പാലിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫോർമൽ ഓർഗനൈസേഷൻ വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ആദ്യത്തെ പറഞ്ഞു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, എവിടെ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അവിടെ വരുന്നുണ്ട്, എന്തൊക്കെ റൂൾസ് അവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഫോർമൽ ഓർഗനൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്, അതായത് ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പ് മാനേജ്മെൻറ്റ് വളരെ ബോധപൂർവ്വം പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ടു ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന്, ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മാനേജ്മെൻറ്റ് ബോധപൂർവ്വം ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് എഫേർട്സ് കോർഡിനേറ്റഡ്, അതായത് അവിടെ നടക്കുന്ന എഫേർട്സ്, പരിശ്രമങ്ങളെല്ലാം ഏകോപിപ്പിക്കപ്പെട്ട ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേർട്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പല ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ വരുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും എഫേർട്സിനെ കോർഡിനേറ്റഡ്, അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ത്രൂ ഫോർമൽ ഓർഗനൈസേഷൻ, അതിനെല്ലാം ഒന്നാക്കിയിരിക്കുകയാണ് ഏത് വഴി, ഫോർമൽ ഓർഗനൈസേഷൻ വഴി. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമൽ ഓർഗനൈസേഷൻ വഴി അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലികളെ, എഫേർട്സിനെ ഒന്നാക്കിയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നറിയാം, എന്തൊക്കെ പ്രൊസീജിയർ അവിടെ വരുന്നുണ്ടെന്നറിയാം. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ ജോലികളെയും ആ ഫോർമൽ ഓർഗനൈസേഷൻ വഴി ഒന്നാക്കുന്നതിന് നമുക്കവിടെ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുകയാണ് എംബസൈസ് ഓൺ വർക്ക്, ജോലിയിൽ പ്രാധാന്യം കൊടുക്കുക, ജോലിക്ക് പ്രാധാന്യം കൊടുക്കുക. നോക്കാം. ഇറ്റ് എംബസൈസ്, ഇവിടെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, എംബസൈസ് ചെയ്തിരിക്കുന്നത് ജോബ്സ് ഓർ പൊസിഷൻസ്, ജോലിക്കും സ്ഥാനങ്ങൾക്കുമാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ആൻഡ് നോട്ട് ഫോർ ഇൻഡിവിജ്വൽസ്, വ്യക്തികൾക്കല്ല അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, ജോബ്സിനും പൊസിഷൻസിനുമാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആൻഡ് ദെയർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അത് അല്ലാതെ വ്യക്തികൾക്കോ അവർ തമ്മിലുള്ള ബന്ധങ്ങൾക്കോ ഒന്നും അല്ല അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, ജോലിക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ വ്യക്തികൾക്കോ അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനും അല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, പിന്നെ എന്തിനാണ്, ജോലിക്കും, അവിടെ നടക്കുന്ന ജോലിയുടെ പൊസിഷനും മാത്രമാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസിലോട്ട് പോകാം. ഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജ് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈസിയർ ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ക്ലിയർലി ഡിഫൈൻഡ്, അവിടെ മേലുദ്യോഗസ്ഥരും കീഴ് ജീവനക്കാരും തമ്മിലുള്ള ബന്ധങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഉത്തരവാദിത്തം കൊടുക്കാനായിട്ട്, ഇപ്പോൾ എവിടെന്നെങ്കിലും ഓർഡറുകൾ സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ആരുടെ അടുത്തേലും പോയി റിപ്പോർട്ട് ചെയ്യുന്നതിനോ അതെല്ലാം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നതിനായിട്ട് എളുപ്പമാണ്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലെ ലീഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം അവർ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ടല്ലേ, ആരുടെ കയ്യിൽ നിന്നാണ് ഓർഡറുകൾ സ്വീകരിക്കേണ്ടത്, ആർക്കാണ് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഏകദേശം അറിയാവുന്നതാണ്. ഇപ്പം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം, എവിടെ നിന്നാണ് ഓർഡർ സ്വീകരിക്കേണ്ടത്, എവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ NSSൻ്റെ കാര്യമാണെങ്കിൽ ആരോട് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ കാര്യമാണെങ്കിൽ ആരോട് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അത് ഏതൊക്കെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അപ്പോൾ അവിടെ ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ലീഡേഴ്സിനോട് തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ട് എളുപ്പമുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ കമ്പനിക്കകത്തും ഓരോ മാനേജർ ആരാണ്, അവരുടെ സബോർഡിനേറ്റ്സ് ആരാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എവിടെ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കണമെന്നും എവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നെല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ട് എളുപ്പമുണ്ട്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് അവോയ്ഡൻസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫർട്ട്, ജോലിയുടെ ഇരട്ടിപ്പ്. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോലിയുടെ ഇരട്ടിപ്പ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. റോൾ ഓഫ് ഈച്ച് മെമ്പർ ഈസ് ക്ലിയർലി സ്പെസിഫൈഡ്, ഓരോ ജോലിക്കാരനും ചെയ്യേണ്ട ജോലി അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തേക്കുന്നതുകൊണ്ട് അവിടെ ഡ്യൂപ്ലിക്കേഷൻ, ജോലിയുടെ ഇരട്ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒഴിവാക്കുന്നതിനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ട ജോലി അവർക്ക് അറിയാം. അപ്പോൾ ഒരാൾ ചെയ്ത ജോലി വേറൊരാൾ ചെയ്യേണ്ടതായിട്ട് അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് യൂണിറ്റി ഓഫ് കമാൻഡ്, കമ്മ്യൂണിക്കേഷൻ ത്രൂ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ്. അപ്പോൾ അവിടെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ സുപ്പീരിയറിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കുക,
എല്ലാവരുടെ അടുത്ത് പോയി ഓർഡറുകൾ സ്വീകരിക്കാതെ ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രം ഓർഡറുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫോർമൽ ഓർഗനൈസേഷൻ വഴി അവിടെ നമുക്ക് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന പ്രിൻസിപ്പിൾസിനെ പാലിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ ത്രൂ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ, ഇവിടെ ആശയവിനിമയം അല്ലെങ്കിൽ ഇവിടെ ഓർഡറുകൾ കൊടുക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്, ഒരു സ്കലാർ ചെയിൻ അവിടെയുണ്ട്. അതുപ്രകാരമാണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് എവിടെ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കണം, എവിടെ റിപ്പോർട്ട് ചെയ്യണം, അതെല്ലാം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കവിടെ പലരിൽ നിന്നായിട്ട് ഓർഡറുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്ത് നിന്ന് ഓർഡറുകൾ സ്വീകരിക്കുകയും അയാൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മതി. നമുക്കറിയാം സ്കലാർ ചെയിനൊക്കെ. അപ്പോൾ അത് ABCD എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടാണ്. അപ്പം ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കരണം, ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന ഫോർമൽ ഓർഗനൈസേഷൻ വഴി ഗോൾസിനെ എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രെയിം വർക്ക് ഫോർ ദ ജോബ്. ഇത് ഒരു ജോലിയുടെ ഒരു വ്യക്തമായിട്ടുള്ളൊരു രൂപരേഖ ഇവിടെയുണ്ട്. ടു ബി പെർഫോംഡ്, അതായത് ഓരോരുത്തരും ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ റോൾ ഓഫ് ഈച്ച് എംപ്ലോയി ഹാസ് ടു പ്ലേ. ഓരോ എംപ്ലോയിയും ചെയ്യേണ്ട റോൾ എന്താണെന്നുള്ള കാര്യം, ഓരോ ജോലിയെയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓരോ എംപ്ലോയിയും ചെയ്യേണ്ട ജോലി എന്താണെന്ന് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദിസ് എൻഷ്യൂർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗോൾസ്. ഇതെന്താണ് ഉറപ്പ് വരുത്തുന്നത്? ജോലിയുടെ ഈ ഗോൾസിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റാണ് ഇത് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കരിക്കുന്നത്. എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുക? ഓരോ ജോലിയും വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ജോലിയും ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഓർഡറുകൾ സ്വീകരിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവിടെ നമുക്ക് ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുകയാണ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി, സ്ഥിരത ഉറപ്പാക്കുന്നു. അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയാണ്, സ്ഥിരത. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സ്പെസിഫിക് റൂൾസ് ഹെൽപ്പ് ടു പ്രഡിക്റ്റ് ബിഹേവിയർ ഓഫ് എംപ്ലോയീസ്. ഇവിടെ റൂൾസ് ഉള്ളതുകൊണ്ട്, കൃത്യമായിട്ടുള്ള നിയമങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാവൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു ദ ഓർഗനൈസേഷൻ. ഇത് ഓർഗനൈസേഷന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നു, ഒരു സ്ഥിരത കൊടുക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എംപ്ലോയീസിന് അറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തെന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയും അതുവഴി ഓർഗനൈസേഷൻ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റൂൾസും റെഗുലേഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എംപ്ലോയീസ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരത് സ്ഥിരമായിട്ട് അത്തരം ജോലികൾ ചെയ്യുകയും സ്ഥിരമായിട്ട് ആ കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഓർഗനൈസേഷൻ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് ഒരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല റൂൾസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ സ്റ്റേബിളായിട്ട് ജോലി ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രൊസീജിയറൽ ഡിലേയ്സ്. അവിടെ നടപടിക്രമത്തിനുള്ള കാലതാമസം. നമുക്കറിയാം ഫോർമൽ ഓർഗനൈസേഷനകത്തല്ല ഈ ചട്ടക്കൂടും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെ ആൾക്കാരുടെ അടുത്തു നിന്നെല്ലാം നമുക്ക് പെർമിഷനും കാര്യങ്ങളെല്ലാം കിട്ടിയെങ്കിൽ മാത്രമാണ് ഒരു ജോലി ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർ ഒരുമിച്ചൊരു ടൂർ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തങ്ങ് പോയാൽ മതി. അന്ന് പറഞ്ഞ പോലെ അല്ല സ്കൂളിൽ നിന്നും പോകുന്നത്. അപ്പോൾ അതിന് സ്കൂളിൽ നിന്നും എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ടൂർ പോവുകയാണെങ്കിൽ അതിന് കുറേ പ്രൊസീജിയറലായിട്ടുള്ള കുറേ ഡീലേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സ്കൂളെന്ന് പറയുന്ന ഫോർമലാണ്, നിങ്ങൾ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു ഇൻഫോർമലായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ആലോചിച്ച് ടൂർ പോകുന്ന പോലെ തന്നെ സ്കൂളിൽ നിന്ന് പോകാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞേക്കുന്ന ഓർഗനൈസേഷൻ്റെ കാര്യത്തിലും. അവിടെ ഓരോ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രൊസീജിയറൽ ഡിലേ, നടപടിക്രമത്തിൻ്റെ കാലതാമസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ ത്രൂ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ്. അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ചെയിൻ ഓഫ് കമാൻഡ് വഴിയാണ്, അതായത് ഒരു സ്കലാർ ചെയിൻ വഴിയാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ലീഡ്സ് ടു പ്രൊസീജിയർ ഡിലേ, അതെന്തിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്? പ്രൊസീജിയർ ഡിലേയിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസിഷൻ ഡിലേ, അതെന്തിലോട്ട് മാറും? അത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വൈകിപ്പിക്കും. കാരണം ഒരു കാര്യത്തിനകത്ത് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അത് സുപ്പീരിയറോട് ചോദിച്ച്, അയാളുടെ സുപ്പീരിയറോട് ചോദിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് അവിടെ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് അവിടെ ഡിലേ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ പ്രൊസീജിയർ ഡിലേയുടെ എണ്ണം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എല്ലാം ഫോർമലായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവിടെ ഒരു ഡിലേ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് നോ ക്രിയേറ്റിവിറ്റി. അവിടെ എംപ്ലോയീസിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണ്? അവിടെ കൃത്യമായിട്ടുള്ള പോളിസീസും റൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ കൃത്യമായിട്ട് എന്താണ്, എന്തൊക്കെ ചെയ്യണം, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനിലൂടെ പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എംപ്ലോയീസിന് സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് അവിടെ ഒന്നും ചെയ്യാനായിട്ടുള്ള സാധ്യത അവിടെ ഇല്ല. റിജിഡ് പോളിസീസ് നെവർ അലോ ഡീവിയേഷൻ. അവിടെ കർശനമായിട്ടുള്ള പോളിസികളുള്ളതുകൊണ്ട് അവിടെ ഒരു ഡീവിയേഷൻ എംപ്ലോയീസിനെ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുകയില്ല. അതായത് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിച്ച് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അനുവാദം അവിടെ ഇല്ല.
നോ സ്കോപ്പ് ഫോർ ക്രിയേറ്റിവിറ്റി. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവായിട്ട് അവർക്കൊന്നും എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത അവിടെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് മോർ എംഫസൈസ് ഓൺ സ്ട്രക്ചർ ആൻഡ് വർക്ക്. അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ജോലിയുടെ ഘടനയിലും അതോടൊപ്പം തന്നെ ജോലിക്കും ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അവിടെ ആർക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല? ഹ്യൂമൻ ബീയിങ് റിലേഷൻഷിപ്പ്, മനുഷ്യന് അവിടെ മനുഷ്യൻ്റെ ബന്ധങ്ങൾക്കൊന്നും അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഫോർമൽ ഓർഗനൈസേഷനിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? ജോലിക്കും അതിൻ്റെ സ്ട്രക്ചറിനുമാണ് കൂടുതൽ പ്രാധാന്യം അവിടെ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ടു ഓൺലി ജോബ്സ്, ജോലിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആൻഡ് നോട്ട് ഹ്യൂമൻസ് റിലേഷൻഷിപ്പ്, ആർക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല? ഹ്യൂമൻ റിലേഷൻഷിപ്പിന് അവിടെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇനി അടുത്തതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഔപചാരികമായിട്ടുള്ള സംഘടന, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അനൗപചാരികമായിട്ടുള്ള സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മുടെ സ്കൂൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫോർമലായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. പ്രിൻസിപ്പൾ, അവിടുത്തെ ടീച്ചേഴ്സ്, ക്ലാസ് ലീഡർ, സ്റ്റുഡൻസ്, അതാണ് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓരോ ഗ്യാങ്ങുകൾ കാണും. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരുടെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ഓരോ ഗ്യാങ്ങുകളാവുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു 5 പേര് അല്ലെങ്കിൽ 6 പേര് അല്ലെങ്കിൽ 2 പേര് 3 പേര് അങ്ങനെ ഉള്ള ഒരു ഗ്യാങ്ങുകളെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ കൂട്ടുകെട്ടിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് സ്കൂളിൻ്റെ അറിവോട് കൂടിയോ സമൂഹത്തോടു കൂടിയോ അല്ലെങ്കിൽ സ്കൂൾ പറഞ്ഞിട്ടോ ഒന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളവിടെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷനുള്ളിലും ഇങ്ങനെ പരസ്പരം അവർ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകാരെ കണ്ടെത്തുകയും അവർ ഇപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയും സിനിമയ്ക്ക് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഓർഗനൈസേഷനാണ് നമ്മളെന്ന് പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ സ്കൂളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ നിന്നുകൊണ്ട് തന്നെ അതൊരു ഫോർമൽ ഓർഗനൈസേഷനാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസ് ക്യാരി ഔട്ട് ദ അസൈൻഡ് ടാസ്ക്. ഇൻഡിവിജ്വൽസ് ഓരോ വ്യക്തികളും അവിടെ എന്ത് ചെയ്യുകയാണ്? അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ അവിടെ ചെയ്യുകയാണ്. ഇൻ കോപ്പറേഷൻ, അവർ പരസ്പരം സഹകരിച്ചാണ് ചെയ്യുന്നത് വിത്ത് ഈച്ച് അതർ. അപ്പോൾ അവിടെ എല്ലാ ഫോർമൽ ഓർഗനൈസേഷനകത്തും ആൾക്കാർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പരസ്പര സഹകരണത്തോടു കൂടി ചെയ്യുന്നുണ്ട്. ദിസ് ഗ്രാജുവലി ഡെവലപ്പ് ഇൻ ടു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. അപ്പോൾ ഇങ്ങനെ പരസ്പര സഹകരണത്തോടെ ജോലികൾ ചെയ്യുന്നത് എന്തിലോട്ട് വളരുകയാണ്? ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, ആൾക്കാർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിലോട്ട് അത് വളരുകയാണ്. ആൻഡ് ഫോംസ് സ്മോൾ സോഷ്യൽ ഗ്രൂപ്പ്സ്, അത് എന്തിലോട്ട് മാറുകയാണ് പിന്നെ ചെയ്യുന്നത്? ചെറിയ സോഷ്യൽ ഗ്രൂപ്പ്സിലോട്ട്, ചെറിയ ഗ്യാങ്ങുകളായിട്ട് മാറുന്നതിനായിട്ട് അത് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദി നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിലുണ്ടാകുന്ന നെറ്റ്വർക്ക്, ആൾക്കാരുടെ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് കോമൺ ഇൻട്രസ്റ്റ് ഈസ് കോൾഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്ന വഴി ഒരു പേഴ്സണൽ നെറ്റ്വർക്ക് ഉണ്ടാകുകയും അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അവിടെ. ആ തരത്തിലുണ്ടാകുന്ന കൂട്ടുകെട്ടിനെ, സോഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷൻ്റെ യാതൊരു നിബന്ധനകളോ നിയമങ്ങളോ റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ലാതെ അവരവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും സോഷ്യൽ റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന ഗ്യാങ്ങുകളെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അവിടെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻസ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങളെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഓർ റിക്വയർഡ് ബൈ ദ ഫോർമൽ ഓർഗനൈസേഷൻ. ഇത് ആര് എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല, അല്ലെങ്കിൽ ആരുടെ ആവശ്യപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല. ഫോർമൽ ഓർഗനൈസേഷൻ അല്ല ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ കൂട്ടുകെട്ടിനെ ആരല്ല ഉണ്ടാക്കിയിരിക്കുന്നത്? ഫോർമൽ ഓർഗനൈസേഷനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ട് അറൈസിങ് സ്പോണ്ടേനിയസ്ലി, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്, സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്നതാണ്. ആസ് പീപ്പിൾ അസോസിയേറ്റ് വിത്ത് വൺ അനദർ. അത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെടുന്നത് മൂലം, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ജോലികൾ ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുന്നത് മൂലമൊക്കെ സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന നെറ്റ്വർക്ക് ഓഫ് പേഴ്സണലിനെ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. കീത്ത് ഡേവിസ് ആണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെയാണ് പേഴ്സണൽ ഇൻട്രാക്ഷൻ. വ്യക്തിപരമായിട്ടുള്ള പരസ്പര പ്രവർത്തനം വഴിയായിട്ടാണ് ഈ പറഞ്ഞേക്കുന്ന ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. പേഴ്സണൽ ഇൻട്രാക്ഷൻ, ആൾക്കാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴിയായിട്ടാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. ഇത് ഉണ്ടായിരിക്കുന്നത് ഫ്രം വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെയാണ് ഈ പറഞ്ഞേക്കുന്ന ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. ആസ് എ റിസൾട്ട് ഓഫ് എങ്ങനെയാണ്? പേഴ്സണൽ ഇൻട്രാക്ഷൻ എമംഗ് എംപ്ലോയീസ്. ആൾക്കാരുടെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത് മൂലം, അവർ പരസ്പരം ഇടപെടുന്നത് മൂലമാണ് ഈ പറഞ്ഞേക്കുന്ന ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻട്രാക്ഷൻ ആണ് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പരസ്പരം
അവരുടെ ജോലികൾ ചെയ്യുന്ന സമയത്ത് പരസ്പരം പരിചയപ്പെടുകയും സൗഹൃദത്തിലാകുകയും ചെയ്യുന്ന വഴിയായിട്ടാണ് എന്തുണ്ടാകുന്നത്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. ഇനി അടുത്താണ് ഗ്രൂപ്പ് നോംസ്, ഗ്രൂപ്പ് മാനദണ്ഡങ്ങൾ. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ എവോൾവ് ഫ്രം ഗ്രൂപ്പ് നോംസ് ആൻഡ് നോട്ട് ഫ്രം ഒഫീഷ്യലി ലേഡ് ഡൗൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പ് നോംസ്, അല്ലെങ്കിൽ അതിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതൊന്നും നോട്ട് ഫ്രം ഒഫീഷ്യലി ലേഡ് ഡൗൺ, ഇതൊന്നും ഒഫീഷ്യലായിട്ട് പറയുന്നതല്ല. ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് നിങ്ങളുടെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും ഒരിക്കലും പറയുന്നില്ല. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അവിടെയുള്ള എംപ്ലോയീസ് ഗ്യാങ് ആകുന്ന അവരെന്തൊക്കെ ചെയ്യണം ചെയ്യരുതെന്നൊന്നും അവിടെ പറയുന്നില്ല. അതൊക്കെ എവിടെ നിന്നാണ് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് ഓഫ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ എവോൾവ് ഫ്രം ഗ്രൂപ്പ്. അത് ആ ഗ്രൂപ്പിൽ നിന്നാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുന്നത്. അല്ലാതെ കമ്പനിയുടെ ഒഫീഷ്യലായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് ആ ഗ്രൂപ്പിനോട് അവരൊന്നും പറയുന്നില്ല. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇൻഡിപെൻഡൻറ്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷന് സ്വതന്ത്രമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ അവിടെ ഒരു സ്കലാർച്ചയിനോ അല്ലെങ്കിൽ ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, ആരെയും ഓർഡറുകൾ ശരിക്കും അങ്ങനെയൊന്നും ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇല്ല. അവിടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നിലവിലുള്ളത്. ഇൻഡിപെൻഡൻറ്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് സ്പെസിഫൈഡ് ഡയറക്ഷൻ ആർ ഫോളോഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഒരു പ്രത്യേക ഡയറക്ഷൻ, പ്രത്യേകിച്ച് ദിശകളോ കാര്യങ്ങളൊന്നും അതിനില്ല. ആർ ഫോളോഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്, അതാണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് അതാണ് ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്പോണ്ടേനിയസ്, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒന്നാണ് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എമർജ് സ്പോണ്ടേനിയസ്ലി, ഇത് സ്വാഭാവികമായിട്ടാണ് ഉണ്ടാകുന്നത്, തനിയെ ഉണ്ടാകുന്നതാണ്. ആൻഡ് നോട്ട് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഇത് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് അവിടുത്തെ മെമ്പേഴ്സ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് സ്പോണ്ടേനിയസ് ആയിട്ട് അവർ സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുകയാണ് നോ ഡിഫിനിറ്റീവ് സ്ട്രക്ചർ. അതിനൊരു വ്യക്തമായ ഘടനയോ കാര്യങ്ങളോ ഒന്നും അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് അറിയാം ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്കറിയാം, ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ട്രക്ചറൊന്നും ഇവിടെ ഇല്ല, ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇൻഡിഫിനിറ്റ് ആൻഡ് ഹാസ് നോ സ്ട്രക്ചർ. ഇവിടെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഫങ്ഷണൽ സ്ട്രക്ചറോ ഡിവിഷണൽ സ്ട്രക്ചറോ ഒന്നും ഇവിടെ ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ്. ഇത് സോഷ്യൽ റിലേഷൻഷിപ്പാണ്, ആൾക്കാർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫങ്ഷണൽ സ്ട്രക്ചറോ ഡിവിഷണൽ സ്ട്രക്ചറോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്പീഡി കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്നുള്ള ആശയവിനിമയം. നോ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ് ആൻഡ് ഹെൻസ് സ്പീഡി കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഇല്ല, ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, എവിടുന്ന് ഓർഡറുകൾ സ്വീകരിക്കണം, അങ്ങനെയൊന്നും ഇവിടെ ആരും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് ഫുൾഫിൽസ് സോഷ്യൽ നീഡ്സ്. നമുക്കറിയാം എല്ലായിടത്തും ഒരു സോഷ്യൽ നീഡ്സ് ഉണ്ട്, കൂട്ടുകാർ വേണമെന്നുള്ളതൊക്കെ ഒരു സോഷ്യൽ നീഡ്സാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാനും അവിടെ ജോലി ചെയ്യാനൊക്കെ ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ നീഡ്സ് എല്ലാം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകുക വഴി എംപ്ലോയീസിന് സാധ്യമാകുന്നുണ്ട്. ഹെൽപ്സ് പീപ്പിൾ ടു ഫൈൻഡ് ലൈക്ക് മൈൻഡഡ് പേഴ്സൺസ്. അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവിടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദെയർ ബൈ ഫുൾഫിൽമെൻറ്റ് ഓഫ് സോഷ്യൽ നീഡ്സ്. അതുവഴി അവർക്ക് അവരുടെ ഒരു സോഷ്യൽ നീഡ്സ്, സാമൂഹികപരമായിട്ട് അവർക്ക് കിട്ടേണ്ട ആവശ്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുകയാണ് സപ്പോർട്ട്സ് ഫോർമൽ ഓർഗനൈസേഷൻ. ഔപചാരികമായിട്ടുള്ള സംഘടനയെ, ഓർഗനൈസേഷനെ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇന്നാഡിക്കസീസ്, അതായത് എന്തെങ്കിലും പോരായ്മകൾ ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ കോമ്പൻസേറ്റഡ്. ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന പോരായ്മകളെല്ലാം ഇൻഫോർമൽ ഓർഗനൈസേഷൻ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്, പരിഹരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളതിന് അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എംപ്ലോയീസ് റിയാക്ഷൻ ടുവേർഡ്സ് പ്ലാൻ പോളിസീസ് എക്സെട്ര. അപ്പം കമ്പനി പുതുതായിട്ട് എന്തെങ്കിലും പ്ലാനോ പോളിസികളോ അല്ല എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ ക്യാൻ ബി നോൺ ത്രൂ ഇൻഫോർമൽ നെറ്റ്വർക്ക്. അത് ഇൻഫോർമൽ നെറ്റ്വർക്ക് വഴി പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മാനേജറോട് അല്ലെങ്കിൽ സുപ്പീരിയറോട് ഈ പോളിസി കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തണമെന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവർ കൂട്ടുകാർ തമ്മിൽ അതേപ്പറ്റി സംസാരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫോർമൽ നെറ്റ്വർക്കിനെ നന്നായിട്ട് കമ്പനി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന പോളിസിക്കകത്തോ അതുപോലെ തന്നെ പ്ലാനിനകത്തൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമ്പനിക്ക് അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതാണ് ഫോർമൽ ഓർഗനൈസേഷനെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഉള്ളൊരു ഉദാഹരണം.
അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഫോർമൽ ഓർഗനൈസേഷന് ഒരുപാട് പോരായ്മകളുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്ലാനോ പോളിസികളോ എല്ലാം കമ്പനി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് ചോദ്യം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് അവരുടെ കൂട്ടുകാരുടെയൊക്കെ സംസാരിക്കുകയും മറ്റും ചെയ്യുന്നത് മൂലം അത് കമ്പനിയുടെ മാനേജർമാർ അറിയുകയും അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ പോരായ്മകൾ എന്ന് നോക്കാം. അതിലൊന്നാമത് തന്നെ പറഞ്ഞിരിക്കുകയാണ് സ്പ്രെഡ് ഫാൾ ന്യൂസ്. അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള ന്യൂസുകളെല്ലാം സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാൻസസ് ഓഫ് സ്പ്രെഡിങ് ഫാൾസ് ന്യൂസ്. തെറ്റായിട്ടുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇൻ ദ ഓർഗനൈസേഷൻ. ഒറിജിൻ കനോട്ട് ബി ട്രേസ്ഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഫിക്സഡ്. ഈ ന്യൂസൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഈ ഉണ്ടായിരിക്കുന്ന ന്യൂസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കതവിടെ ആരാണ് ഇതിൻ്റെ കാരണക്കാരെന്ന് കണ്ടെത്താനൊന്നും നമുക്കവിടെ സാധിച്ചെന്ന് വരില്ല. കാരണം ഇത് കൂട്ടുകാരൊക്കെ തമ്മിലുള്ള ഒരു ഇതാണ്, ഗോസിപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകളെല്ലാം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാനുള്ള സാധ്യത അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇതാരാണ് ഇത് ഉണ്ടാക്കി വിട്ടതെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവിടെ ബുദ്ധിമുട്ടാണ്. ഡിലേസ് ഓർ റെസ്ട്രിക്ട് ഗ്രോത്ത്. വളർച്ചയെ തടയുന്നു. കമ്പനിയുടെ വളർച്ചയെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ചില സാഹചര്യങ്ങളിൽ തടയാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രോങ് ഇൻഫോർമൽ ഗ്രൂപ്പ് മേ ഓപ്പോസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ചേഞ്ചസ് ലീഡിങ് ടു ഹിൻഡ്രൻസ് ഓഫ് ടു ഗ്രോത്ത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ചില സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫോർമൽ ഗ്രൂപ്പ്, അതായത് യൂണിയനുകളോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് മാറാം ഈ ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. മേ ഓപ്പോസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ചേഞ്ചസ്. അപ്പോൾ കമ്പനിക്കകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ പുതിയ പോളിസികളോ പ്ലാനുകളോ ഒക്കെ വരുവാണെങ്കിൽ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫോർമൽ ഗ്രൂപ്പ് ചിലപ്പോൾ അതിനെതിരായിട്ട് നിൽക്കാം. ലീഡിങ് ടു ഹിൻഡ്രൻസ് ഓഫ് ടു ഗ്രോത്ത്. അതെന്തിലോട്ട് നയിക്കും? കമ്പനിയുടെ വളർച്ചയെ തടയും. കാരണം ഇത് ചിലപ്പോൾ ഒരു തൊഴിലാളി യൂണിയനായിട്ടും അല്ലെങ്കിൽ സ്ട്രൈക്കായിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് എംപ്ലോയീസ് എല്ലാം ഗ്രൂപ്പായിട്ട് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും പുതിയ മാറ്റങ്ങളുമായിട്ട് അവർ സഹകരിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വളർച്ചയെ തടയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എഗനിസ്റ്റ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. സംഘടനയുടെ താല്പര്യങ്ങൾക്ക് എതിരാണ്, അതായത് കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് എതിരാണ് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഗിവിങ് പ്രയോറിറ്റി ടു പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഇവിടെ വ്യക്തികളുടെ താല്പര്യത്തിനാണ് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ക്യാൻ ബി ഹാംഫുൾ ടു ദ ഓർഗനൈസേഷൻ. അതെന്താണ്? ഓർഗനൈസേഷന് ഹാംഫുള്ളാണ്, അവർക്കത് അപകടമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷൻ സിഗ്നിഫിക്കൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിലുള്ള പ്രാധാന്യം, ഒരു ഓർഗനൈസേഷനകത്തുള്ള പ്രാധാന്യം എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ഥാപനത്തിൻ്റെ അറിവോടുകൂടി ഉണ്ടാകുന്ന ഒന്നല്ല ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്നിരുന്നാൽ തന്നെയും അതിന് ഒരു പ്രാധാന്യം ഒരു ഓർഗനൈസേഷനകത്ത് വരുന്നുണ്ട്. അതെന്താണെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദോ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഹാസ് നോ ഡെഫിനറ്റ് സ്ട്രക്ചർ ഓർ ഫോം. അപ്പോൾ നമുക്കറിയാം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിനൊരു പ്രത്യേക സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഫങ്ഷണൽ ഓർ ഡിവിഷണൽ സ്ട്രക്ചറൊന്നും അതിനില്ല. ഇറ്റ് കനോട്ട് ബി ഓൾ ടുഗദർ എലിമിനേറ്റഡ്. ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും സാധിക്കില്ല. ഒരു കമ്പനിയിൽ കൂട്ടുകൂടരുതെന്ന് നമുക്ക് ആരോടും പറയാനായിട്ടൊന്നും സാധിക്കില്ല. ദെയർ ഫോർ ഇറ്റ് വുഡ് ബി ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു റെക്കഗ്നൈസ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. അതുകൊണ്ട് തന്നെ അവിടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ടു റെക്കഗ്നൈസ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. നമ്മൾ ഇൻഫോർമൽ ഗ്രൂപ്പ്സിനെ അവിടെ തിരിച്ചറിയണം. അതിനെ അവിടെ കമ്പനിക്ക് എത്രത്തോളം ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാ കമ്പനികളും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ദി നോളജ് ഓഫ് സച്ച് ഗ്രൂപ്പ്സ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ്. അതിനുശേഷം എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ടു ഗാദർ ദെയർ സപ്പോർട്ട് ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് നമ്മൾ മേടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം? ഓർഗനൈസേഷനെ വളർത്തുന്നതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. വി മേ എക്സ്പെക്ട് യൂസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഫ്രം സച്ച് ഗ്രൂപ്പ്സ്. ഈ ഇൻഫോർമൽ ഗ്രൂപ്പ്സിനകത്ത് നല്ല എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലുണ്ട്. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. മാനേജ്മെൻറ്റ് ഷുഡ് സ്കിൽഫുള്ളി ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത്? വളരെ സ്കിൽഫുള്ളായിട്ട് അവർ ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എടുക്കണം, ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജും അവരെടുക്കണം. സോ ദാറ്റ് ഓർഗനൈസേഷൻ വർക്ക് സ്മൂത്ത്ലി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് പോകുള്ളൂ. ഇല്ലേ അവിടെ ചിലപ്പോൾ യൂണിയനോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഓർഗനൈസേഷൻ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഒരു കമ്പനിക്കകത്തുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഏതൊക്കെയാണെന്നുള്ള കാര്യം തിരിച്ചറിയുകയും അവരുടെ സപ്പോർട്ട് നേടാനും നമ്മൾ ശ്രമിക്കണം. അവരുടെ സപ്പോർട്ട് നേടുകയും പെട്ടെന്ന് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു എബിലിറ്റീനൊക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുകയും അത് ഇൻഫോർമൽ ഓർഗനൈസേഷനും വഴി കമ്പനിക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമോ അതെല്ലാം നേടിയെടുത്ത് കമ്പനിയുടെ ഓർഗനൈസേഷനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ, സ്ട്രൈക്കുകളോ കാര്യങ്ങളോ ഒന്നും കൂടാതെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്
എല്ലാ മാനേജേഴ്സും ശ്രദ്ധിക്കണം. അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന് ഉള്ളൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. വളരെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണിത്. ഒരുപാട് പരീക്ഷകൾക്ക് 5 മാർക്കിനും മറ്റും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇനി അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേതാണ് ഫോർമേഷൻ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രൂപീകരണം. അതിൽ പറഞ്ഞിരിക്കുകയാണ് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ഫോർമൽ ഓർഗനൈസേഷൻ ടോപ്പ് മാനേജ്മെൻ്റ് ആണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ബോധപൂർവം, ഡെലിബറേറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം, മനഃപൂർവ്വം അവർ പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അറൈസ് സ്പോണ്ടേനിയസ്ലി. അത് തന്നെത്താൻ ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തന്നെത്താൻ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻ, അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത് മൂലം ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതാരും ഉണ്ടാക്കിയിട്ടുള്ള ഒന്നൊന്നല്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതേസമയം ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുകയാണ് പർപ്പസ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ടു അച്ചീവ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതിൽ ഫോർമൽ ഓർഗനൈസേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് ടു അച്ചീവ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന് അവർ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ഗോൾസ്, ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ടാണ് ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ടു സാറ്റിസ്ഫൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ്. എംപ്ലോയീസിൻ്റെ സോഷ്യൽ നീഡ്സും അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ നീഡ്സ് എല്ലാം, സാംസ്കാരികമായിട്ടുള്ള നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞേക്കുന്ന ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ കോമൺ ഇൻട്രസ്റ്റ്, എംപ്ലോയീസിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യം, അവർക്ക് കൂട്ടുകാർ വേണം, സിനിമയ്ക്ക് പോകണം, അങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റുകളും അതിനകത്ത് വരുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ പോകണം, അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളുടെ എല്ലാം ഫുൾഫിൽമെൻറ്റാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, പർപ്പസ് എന്ന് പറയുന്നത്. അതേസമയം ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഗോൾസ്, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്ട്രക്ചർ, ഘടന. ഫോർമൽ ഓർഗനൈസേഷൻ ഹാസ് വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ. ഫോർമൽ ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചറുണ്ട്. സ്ട്രക്ചർ ഓഫ് ജോബ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. അവിടെ ജോലിക്ക് സ്ട്രക്ചറുണ്ട്, അത് ചിലപ്പോൾ ഫങ്ഷണൽ ആയിരിക്കാം, ഡിവിഷണൽ ആയിരിക്കാം. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിന് സ്ട്രക്ചറുണ്ട്. ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, എവിടുന്ന് ഓർഡറുകൾ സ്വീകരിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഡസ് നോട്ട് ഹാവ് ക്ലിയർ കട്ട് സ്ട്രക്ചർ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചറോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. റാദർ ഫോംസ് ആസ് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ്. അത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അതെങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ്. ആൾക്കാർ തമ്മിലുള്ള പരസ്പര ബന്ധം മൂലം ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറോ ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നോ ഓർഡറുകൾ സ്വീകരിക്കണമെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത റിജിഡിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി റിജിഡാണ്, എന്ന് പറഞ്ഞാൽ കർക്കശമുള്ളതാണ്. അവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട്, അത് നമ്മൾ പാലിക്കേണ്ടതാണ്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. അത് കൂട്ടുകാർ തമ്മിലുള്ള കാര്യങ്ങളാണ്. അവിടെ നിയമങ്ങളും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ്. അഞ്ചാമത് പറഞ്ഞിരിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. എസ്റ്റാബ്ലിഷസ് ഒഫീഷ്യൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലൈൻ അല്ലെങ്കിൽ സ്കലാർ ചെയിൻ വഴിയായിട്ടാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ കൺവീനിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഇഷ്ടമുള്ള പോലെ തന്നെ അവർക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഒരു അനൗപചാരികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഉള്ളത്. ഒരു ഒഫീഷ്യൽ ലൈനോ സ്കലാർ ചെയിനോ ഒന്നും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ. ബേസ്ഡ് ഓൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫോർമൽ ഓർഗനൈസേഷൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവിടെ സുപ്പീരിയർ, സബോർഡിനേറ്റ് ഒന്നും അവിടെ ഇല്ല. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബിഹേവിയർ ഓഫ് മെമ്പേഴ്സ്. അവിടെയുള്ള മെമ്പേഴ്സിൻ്റെ പെരുമാറ്റം, അംഗങ്ങളുടെ പെരുമാറ്റം. പ്രിസ്ക്രൈബ്ഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് പറയുന്ന പോലെ, മാനേജ്മെൻറ്റ് നിശ്ചയിച്ച് നടപ്പാക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അവിടെ സുപ്പീരിയർ, സബോർഡിനേറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതേസമയം ഇവോൾവ്ഡ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് എമംഗ് മെമ്പേഴ്സ്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു ബിഹേവിയർ ആൾക്കാർ പരസ്പര സമ്മതത്തോടെ രൂപം കൊടുത്തിട്ടുള്ള ഒന്നാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു കൃത്യമായിട്ടുള്ള മാനേജ്മെൻ്റ് അല്ല അവിടെ ഒരു ബിഹേവിയർ എല്ലാം തീരുമാനിക്കുന്നത്. അവിടെയുള്ള മെമ്പേഴ്സ് തന്നെയാണ് അവർ തമ്മിലുള്ള ബിഹേവിയർ. ഫ്രണ്ട്ഷിപ്പ് നമുക്കറിയാം, അതിനകത്തുള്ള മെമ്പേഴ്സ് തന്നെയാണ് അതിനകത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നെല്ലാം തീരുമാനിക്കുന്നത്. അല്ലാതെ അവിടെയുള്ള മാനേജ്മെൻ്റ് അല്ല അത് തീരുമാനിക്കുന്നത്. ഈ മ്യൂച്വൽ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതത്തോടെ. അപ്പം മെമ്പേഴ്സ് പരസ്പര സമ്മതത്തോടു കൂടിയാണ് അവിടെയുള്ള ബിഹേവിയർ എല്ലാം തീരുമാനിക്കുന്നത്, അല്ലാതെ അവിടെയുള്ള മാനേജ്മെൻ്റ് എല്ലാം തീരുമാനിക്കുന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ലീഡർഷിപ്പ്, നേതൃത്വം. മാനേജേഴ്സ് ആർ ലീഡേഴ്സ് ബൈ വിർച്യൂ ഓഫ് ദെയർ പൊസിഷൻ.
മാനേജർമാരാണ് അവിടെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ പദവി, അവരുടെ പൊസിഷനാണ് അവിടെയുള്ളൊരു ലീഡർഷിപ്പ് ഉണ്ടാക്കുന്നത്. അതായത് ഇത്രേ ഉള്ളൂ, മാനേജേഴ്സാണ് ഫോർമൽ ഓർഗനൈസേഷൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ലീഡേഴ്സ് ആർ ചൂസൺ വോളണ്ടറിലി ബൈ മെമ്പേഴ്സ്. അവിടെയുള്ള മെമ്പർമാരാണ് അവിടെയുള്ള നേതാക്കളെ, ഇപ്പോൾ എന്തെങ്കിലും യൂണിയനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സാണ് ആരാണ് ലീഡർ എന്നുള്ള കാര്യം അവിടെ തീരുമാനിക്കുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ മെമ്പേഴ്സാണ് തീരുമാനിക്കുന്നത്. ഫോർമൽ ഓർഗനൈസേഷനിൽ മാനേജേഴ്സാണ് ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷനകത്ത് മെമ്പേഴ്സാണ് ആരാണ് ലീഡർ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അടുത്ത സ്റ്റെബിലിറ്റി. ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂഷ്വലി സ്റ്റേബിൾ. അത് സാധാരണയായിട്ട് സ്ഥിരമായിട്ടുള്ള ഒന്നാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അങ്ങനെ ഇങ്ങനെ മാറ്റങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്. ഇത് അധികം നാൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ചിലപ്പം ഒരാൾ ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ആ ഒരു ഇത് പിന്നീട് അധികം നീണ്ടു പോകാനുള്ള സാധ്യതയില്ല. അതേസമയം ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ്സ്, അതവിടെ സ്റ്റേബിളായിട്ട് തന്നെ കാണും. അതുപോലെ അല്ല ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ട്രാൻസ്ഫർ ആയിട്ട് പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ട് മാറിപ്പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അവരുടെ ആ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മാനുഷിക ബന്ധങ്ങൾ. ഇറ്റ് ഈസ് ലെസ് ഹ്യൂമൻ ആൻഡ് മോർ ടെക്നോളജിക്കൽ ഇൻ ക്യാരക്ടർ. ഇത് ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ഹ്യൂമൻ ആണ്. അവിടെ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. കൂടുതലും ടെക്നോളജിക്കൽ ഇൻ ക്യാരക്ടർ, കൂടുതലും സാങ്കേതികമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അതിനകത്തുള്ളത്. കാരണം ഫോർമലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ജോലിക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് റിഫ്ലക്ട്സ് ഹ്യൂമൻ ആസ്പെക്റ്റ്. അത് അവിടുത്തെ ഹ്യൂമൻ ആസ്പെക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മാനുഷിക വസ്തുവിന് അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു. ആൾക്കാരുടെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന വഴി അവർ തമ്മിൽ സുഹൃത്തുക്കളുണ്ടാകുകയും അങ്ങനെയൊക്കെയാണ് അത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഹ്യൂമൻ ആസ്പെക്റ്റിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.